ശബരിമല സ്വർണ്ണ കവർച്ച കേസ് CBI ഏറ്റെടുത്തേക്കുമെന്ന സൂചന വന്നതോടെ സർക്കാർ ഒന്നുകൂടി വിരണ്ടിരിക്കുകയാണ്. അതോടെ ഏത് വിധേനയും CBI അന്വേഷണത്തിന് തടയിടാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. സ്വർണ്ണ കവർച്ച കേസ് CBIക്ക് വിടേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്. കാരണം CBI കൂടി വരുന്നതോടെ സർക്കാരുമായും CPMുമായും അടുത്ത ബന്ധമുള്ള പലരും കുടുങ്ങുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും CBI അന്വേഷണം മുടക്കാനുള്ള വഴികളാണ് സർക്കാർ തേടുന്നത്. ഇതിനോടകം സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായത് മുഴുവൻ CPMന്റെ ഉന്നതരാണ്. മുൻമന്ത്രിയും CPM സംസ്ഥാന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനും സംശയ നിഴലിലാണ്. ഈ ഘട്ടത്തിൽ അന്വേഷണം CBI ഏറ്റെടുക്കുന്നത് തങ്ങൾക്ക് കൂടുതൽ പണിയാകുമെന്ന് സർക്കാരിനും CPMനും നന്നായി അറിയാം. അതുകൊണ്ടാണ് അന്വേഷണം CBIക്ക് വിടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സർക്കാരിനെ എത്തിക്കുന്നത്. കേസന്വേഷണം CBIക്ക് വിടാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. SIT തലവൻ H വെങ്കിടേഷിന്റെ CBIയിലെ പ്രവർത്തന പരിചയം ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തെ എതിർക്കുക. വെങ്കിടേഷ് CBIയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട് എന്നും പ്രമാദമായ കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ള ഓഫീസറാണ് എന്നും SIT ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടും. 5 വർഷം CBIയിൽ H വെങ്കിടേഷ് പ്രവർത്തിച്ചതിന്റെയും അന്വേഷിച്ച കേസുകളുടെയും വിവരങ്ങളും കോടതിയിൽ SIT ചൂണ്ടിക്കാട്ടും. മാത്രമല്ല, സ്വർണ്ണ കവർച്ച കേസ് ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ് എന്നും കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്നും SIT കോടതിയിൽ വാദിക്കും. ഈ ഘട്ടത്തിൽ അന്വേഷണം CBIക്ക് വിടാനാകില്ല എന്നാണ് SITയുടെ നിലപാട്. CBI അന്വേഷണം ആവശ്യപ്പെടുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഹർജിയിലാണ് SIT മറുപടി സത്യവാങ്മൂലം നൽകാൻ ഒരുങ്ങുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതിയും പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. SITക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ചില ആക്ഷേപങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഹൈക്കോടതി SITയിൽ പൂർണ്ണ വിശ്വാസവും രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. SITയുമായി ബന്ധപ്പെട്ട് പല തെറ്റായ വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും ഇത്തരം കാര്യങ്ങളിൽ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്ത് കോടതി തന്നെ രൂപവൽക്കരിച്ച SITക്ക് ഹൈക്കോടതിയോട് മാത്രമാണ് ഉത്തരവാദിത്വമുള്ളത് എന്നും കോടതിക്ക് മുന്നിൽ മാത്രമാണ് അവർ മറുപടി പറയേണ്ടത് എന്നും കോടതി ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. ഒരു ബാഹ്യ സമ്മർദ്ദവും അവർക്ക് മേൽ ഉണ്ടാകാൻ പാടില്ല എന്നും അവർ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും കോടതി പറഞ്ഞിരുന്നു. ശബരിമലയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ 4 ഘട്ടങ്ങളിലായി അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അന്വേഷണത്തിലേക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ അംഗങ്ങളെ SITയിൽ ഉൾപ്പെടുത്താമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ചതിന് പിന്നാലെയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയത്. 1ാം ഘട്ടത്തിൽ 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷണ വിധേയമാക്കുക. 2ാം ഘട്ടത്തിൽ 2019 ശ്രീകോവിലിലെ കട്ടിളപ്പാളി അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ കൊണ്ടുപോയതിനെ കുറിച്ച് അന്വേഷിക്കും. 3ാം ഘട്ടത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ച് സ്വർണം പൂശിയതും 4ാം ഘട്ടത്തിൽ 2025 ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശിയതുമാണ് അന്വേഷിക്കേണ്ടത്. VSCയിൽ സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നടന്നു വരികയാണ്. ഈ ശാസ്ത്രീയ പരിശോധനയിൽ സ്വർണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമാകുമെന്ന് കോടതി പറയുന്നു. ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചെടുത്ത് സ്വർണം പൂശിയ കേസിൽ ആകെ 15 പ്രതികളാണ് ഉള്ളതെന്ന് ഹൈക്കോടതി വിശദീകരിക്കുന്നു. ഇതിൽ 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. കട്ടിളപ്പാളി കേസിൽ 12 പ്രതികൾ ഉള്ളതിൽ 9 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും കോടതി വിശദീകരിച്ചു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച സംബന്ധിച്ച അന്വേഷണം ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ് എന്നാണ് SITയും അവകാശപ്പെടുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പോരായ്മകളുണ്ട് എന്ന ആക്ഷേപവും വിമർശനവും ഉയരുന്നുമുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകുന്ന മുഖ്യ സ്പോൺസർ രമേശ് റാവുവിനെ ചോദ്യം ചെയ്തിട്ടില്ല. രമേശ് റാവുവിനെ ഇപ്പോഴാണ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക് സാമ്പത്തിക ഇടപാട് നടത്തിയ എല്ലാവരെയും ചോദ്യം ചെയ്തതായാണ് SITയുടെ അവകാശവാദം. അപ്പോഴും പ്രധാന സ്പോൺസറും ഹൈദരാബാദ് സ്വദേശിയുമായ രമേശ് റാവുവിനെ ചോദ്യം ചെയ്തിരുന്നില്ല. ഇയാളെ വൈകാതെ ചോദ്യം ചെയ്തേക്കും. ശബരിമലയിൽ നിന്നുള്ള സ്വർണം ചെന്നൈയിലെത്തിയത് എങ്ങനെയെന്നോ തട്ടിയെടുത്ത സ്വർണം ആരൊക്കെ വീതിച്ചെടുത്തുവെന്നോ ആരൊക്കെ ഇതിന്റെ പങ്ക് പറ്റിയെന്നോ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ശബരിമലയിൽ നിന്ന് എത്രത്തോളം സ്വർണം നഷ്ടമായി എന്നും കണ്ടെത്താനായിട്ടില്ല.
തൊണ്ടി മുതലും പൂർണ്ണമായും കണ്ടെടുക്കാനായിട്ടില്ല. നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന സ്വർണത്തിൽ നിന്ന് ഇതുവരെ തിരിച്ചു കിട്ടിയത് പോറ്റി നൽകിയ പാളുകളിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണത്തിൽ പണിക്കൂലി ഇനത്തിൽ കൈവശം വെച്ചു എന്ന് പറഞ്ഞ് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയ 109.243 ഗ്രാം സ്വർണവും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹാജരാക്കിയ 474.96 ഗ്രാം സ്വർണവുമാണ്. ക്ഷേത്രം ശ്രീകോവിലിന്റെ കട്ടിളയുടെ മൊത്തം 7 പാളുകളിലെ സ്വർണമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. കട്ടിളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കട്ടിളപ്പാളുകൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും നഷ്ടപ്പെട്ടു. ശ്രീകോവിൽ വാതിൽ കട്ടിളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിൽ നിന്നും രാശി ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്ന കട്ടിളയുടെ മുകൾപ്പടിയിലെ 2 ചെമ്പുപാളികളിൽ നിന്നും ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പപാളികളിലും അതിന് തെക്കും വടക്കും മൂലകളിലുള്ള പില്ലറ പാളികളിലും ഉണ്ടായിരുന്ന പ്രഭാമണ്ഡല പാളിയിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഒന്നും യഥാർത്ഥ അളവ് ഇപ്പോഴും തിട്ടപ്പെടുത്താനായിട്ടില്ല. തൊണ്ടി മുതൽ കണ്ടെത്താനായില്ല എന്നത് അന്വേഷണത്തിന്റെ പോരായ്മ തന്നെയാണ്. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന എറണാകുളം സ്വദേശിയെയും ഉടനെ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ഉന്നത രാഷ്ട്രീയ ബന്ധമാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കാതെ പ്രതിരോധിക്കുന്നതിന് പിന്നിലെന്ന് ആരോപണം ഉയർന്നിരുന്നു. ദിണ്ടിഗൽ സ്വദേശി ഡി മണിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെങ്കിലും മണിയുടെ ഫോൺ വിളികൾ പരിശോധിച്ചതിൽ ചില ബന്ധങ്ങൾ സംശയാസ്പദമാണ് എന്ന് SITക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോൺ ബന്ധം കൂടുതലുള്ളത് ഡി മണിയുടെ സുഹൃത്ത് ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണന്റെ ബന്ധങ്ങൾ SIT പരിശോധിച്ചു വരികയുമാണ്. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന ശബരിമല സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഇന്നലെ സുപ്രീം കോടതിയാണ്. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന KP ശങ്കരദാസിന്റെ ഹർജിയിലാണ് സുപ്രീം കോടതി ഈ ഒരു പരാമർശം നടത്തിയത്. ബോർഡിന്റെ മിനിറ്റ്സിൽ ഒപ്പിട്ട ശങ്കരദാസിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകാനാകില്ല എന്ന് സുപ്രീം കോടതി ഇന്നലെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഈ പരാമർശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണത്തെ സാധൂകരിക്കുന്നതാണ്. സ്വർണ്ണ കവർച്ച നടന്നുവെന്ന് പറയുന്ന കാലത്തെ ബോർഡ് അംഗങ്ങൾക്ക് ക്രിമിനൽ ബാധ്യതയുണ്ട് എന്നും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഹൈക്കോടതിയുടെ ഈ പരാമർശം നീക്കം ചെയ്യണമെന്ന് കൂടി ആവശ്യപ്പെട്ടാണ് ശങ്കരദാസ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. പക്ഷേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിയിലെ 5 പാരഗ്രാഫുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഈ ഘട്ടത്തിലാണ് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന് ശങ്കരദാസിന്റെ ഹർജിയോട് കോടതി പ്രതികരിച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ച നമ്മുടെ ചിന്താമണ്ഡലത്തിനും അപ്പുറത്ത് പുതിയ മാനങ്ങളിലേക്ക് പോകുകയാണ്. സന്നിധാനത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന കവർച്ചയുടെ വ്യാപ്തി ആരെയും ഞെട്ടിക്കും. SITയുടെ അന്വേഷണത്തിന് പുറമെ CBIയുടെയും EDയുടെയും അന്വേഷണം കൂടി എത്തിയാൽ രംഗമാകെ കൊഴുക്കും. ഇനി ഏതെല്ലാം തലകൾ SITയുടെ അങ്കത്തട്ടിൽ ഉരുളും എന്ന് മാത്രമാണ് അറിയേണ്ടത്. ഒപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണ കവർച്ച കേസ് ഏത് രീതിയിലാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നും കണ്ടറിയണം.